നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരുപാട് രക്ഷകർത്താക്കളുടെ ആശങ്കയാണ്, പലരും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ്. നമുക്ക് ആ ഉത്തരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അമ്പലത്തിൽ കയറാൻ എത്ര ദിവസം കഴിയണം? ആർത്തവ സംബന്ധമായിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ നിരവധിയാണ്, സംശയങ്ങൾ ബാക്കിയാണ്. പലരും ഇതിനെ ഭയപ്പെടുത്തി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഭയപ്പാടല്ല വേണ്ടത്. ഭഗവാൻ എന്നത് നമ്മളുടെ അംശം തന്നെയാണ്. ഈശ്വരൻ ഒരിക്കലും നമ്മളോട് കോപിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ആ ഒരു പ്രാധാന്യത്തോടെയും മനസാന്നിധ്യത്തോടെയും വേണം കാണാനായിട്ട്. ദൈവിക ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലേക്ക് ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾ എത്ര ദിവസത്തിന് ശേഷമായിരിക്കണം കയറേണ്ടത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള അശുദ്ധി ഇവയൊക്കെ എങ്ങനെയാണ് പാലിക്കേണ്ടത് തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉത്തരം കണ്ടെത്താം. പെൺമക്കളുള്ള പല അമ്മമാരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് പല കുട്ടികൾക്കും ഇതിലൊന്നും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ശാസ്ത്രീയവും ആത്മീയവുമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ്. നമുക്കിതിനെ ആഴത്തിൽ ഒന്ന് പഠിച്ചവതരിപ്പിക്കാം. ആദ്യം നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഇതിന്റെ സംശയങ്ങളും തെറ്റിദ്ധാരണകളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ചിലർ പറയും 7 ദിവസം കഴിഞ്ഞാൽ കയറാം, മറ്റുള്ളവർ പറയും 9 ദിവസം. ഉഗ്രമൂർത്തി ക്ഷേത്രങ്ങളിലാണ് 9 ദിവസം എന്നും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ 7 ദിവസം കഴിഞ്ഞും കയറാമെന്നും പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥം ഇതാണ്: ശരീരത്തിലെ ആന്തരിക ശുദ്ധി, അതായത് ഇന്റേണൽ ക്ലീൻലിനെസ്, അതിനു മാത്രമേ ഈ വിഷയത്തിൽ പ്രാധാന്യമുള്ളൂ. ബാക്കിയൊക്കെ മാനസികമാണ്. ക്ഷേത്രത്തിലെ പ്രകാശ പ്രഭാതത്തിൽ ശരീരവും ആത്മാവും ചേർന്നുകൊണ്ട് ഭക്തിയുടെ പാതയിൽ പാടുന്ന ദൈവീക സംഗീതത്തെ നമുക്കിന്ന് ശ്രവിക്കാം. നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. അയം ആത്മാ ബ്രഹ്മ. ആത്മാവിന്റെ മഹത്വത്തെ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. അഥർവവേദത്തിലെ മണ്ഡൂക്യോപനിഷത്തിലെ ഒരു മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ എന്നുള്ളത്. ഞാൻ ആത്മാവാകുന്ന ബ്രഹ്മമാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള, ജീവന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്നത് പ്രപഞ്ചത്തിലെ എല്ലാ അത്ഭുതങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതിനാൽ തന്നെ ശരീരത്തിലുള്ള ദൈവിക ചൈതന്യത്തോട് ചേർന്നിരിക്കുമ്പോൾ യാതൊരു അശുദ്ധിയും നമുക്കില്ല എന്ന് തന്നെ പറയണം. ശരീരത്തിലെ മലവും മൂത്രവും കണ്ണുനീരും വിയർപ്പും ഒരുമിച്ച് നിറയെ അത് ആത്മാവിനോട് ചേർന്നാലും അശുദ്ധിയില്ല. ഭക്തിയുള്ളിടത്ത് അശുദ്ധിയില്ല എന്ന് തന്നെ പറയണം. നമുക്കിതിന്റെ ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള ഒരു വിശദീകരണത്തിലേക്കൊന്ന് കിടക്കാം. ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിൽ സ്റ്റാറ്റിക് എനർജി രൂപപ്പെടുന്നു. പൊട്ടൻഷ്യൽ എനർജി നമ്മളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ സംഭരിക്കപ്പെടുന്നു. നാം എഴുന്നേൽക്കുമ്പോൾ അത് ഡൈനാമിക് അഥവാ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ പാദം നിലത്തു തൊടാതെ കൈ ആദ്യം തൊട്ടുകൊണ്ട് എഴുന്നേൽക്കണം എന്ന് പറയുന്നത്. അവിടെ ഒരു എർത്തിങ് സംവിധാനം നമ്മളുടെ ശരീരത്തിൽ പ്രാവർത്തികമാകുകയാണ്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഇത്തരത്തിൽ എർത്തിങ്ങിലൂടെ, അതായത് സമുദ്രവസനേ ദേവി എന്നുള്ള ശ്ലോകം ചൊല്ലിക്കൊണ്ട് കൈ തൊട്ട് തൊഴുത് നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നമുക്ക് ശാസ്ത്രീയമായി തന്നെ ദൂരെ കളയാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും ഇത്തരത്തിൽ പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ നമ്മൾ ദൂരീകരിക്കുന്നു. അതിനുശേഷം നാം കുളിച്ച് ശുദ്ധമാകുമ്പോൾ നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള ദേവാംശ ചൈതന്യം ക്ഷേത്രത്തിലെ ചൈതന്യത്തിന് സമാനമാകുന്നു. അങ്ങനെ സമാനമാകുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ. കുളിച്ച് ശുദ്ധിയാകാതെ ഒരാൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം ചൈതന്യം സമമായിരിക്കണം. ചൈതന്യം സമമല്ലാത്തടത്ത് അത് നെഗറ്റീവ്, വിപരീത ഊർജങ്ങൾ ഉണ്ടായേക്കാം. കുളിച്ച് ശുദ്ധിയായി ഹൃദയത്തിൽ ഭക്തി നിറച്ച് ക്ഷേത്രത്തിലേക്ക് അല്ല, ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ അവിടെയുള്ള ദൈവവും നമ്മുടെ ആത്മാവും ഒന്നാകുന്നു. ആ ഒന്നായിത്തീരുന്ന അസുലഭ മുഹൂർത്തത്തെ, നമ്മളുടെ പരമാത്മ ചൈതന്യത്തെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്നു. നമുക്ക് ശുദ്ധിയും വിശ്വാസവും എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അവിടെ നമുക്ക് ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. ശരീരത്തിലുള്ള എല്ലാ പ്രകൃതി ദേഹ ഘടകങ്ങളും, അതായത് മലം, മൂത്രം, കണ്ണുനീർ, വിയർപ്പ്
തുടങ്ങിയവയെല്ലാം ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തോട് ചേർന്ന് അമരുന്നു. ഇത്തരത്തിൽ അശുദ്ധമായിട്ടുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമ്മളുടെ ശരീരം അശുദ്ധമാകൂ. ആ സമയത്ത് മാത്രമേ അശുദ്ധി പ്രശ്നമുള്ളൂ. അതുതന്നെയാണ് ആർത്തവ വിഷയത്തിലും നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഭയം, സങ്കോചം, തടസ്സം ഇവയൊന്നുമില്ലാതെ തന്നെ ക്ഷേത്രത്തിലേക്ക് കയറാം. ദൈവികമായിട്ടുള്ള ചൈതന്യം നിറഞ്ഞ ക്ഷേത്ര അങ്കണത്തിൽ ശരീരവും ആത്മാവും ഒന്നു ചേർന്ന് അശുദ്ധിയും ഭയവും ഇല്ലാതെ ഭക്തിയുടെ പാതയിലേക്ക് നമുക്ക് ഒന്നു ചേരാം. നമുക്കിതിന്റെ ഒരു അന്തരാർത്ഥത്തെ ഒന്നുകൂടെ വിശദമാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും, അതായത് ഒരു ചിന്താക്കുഴപ്പത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സ് എന്നർത്ഥം. അതായത് അശുദ്ധിയില്ല, കുളിച്ച് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ മതിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പറയട്ടെ, ക്ഷേത്രത്തിൽ കയറാൻ ദിവസത്തിന്റെ കണക്കുകൂട്ടലിന് പ്രാധാന്യമില്ല എന്ന് തന്നെ. ശരീരശുദ്ധി മാത്രം മതിയാകുന്നു എന്നാണ് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും. അതൊരു നിശ്ചിത ദിവസത്തേക്ക് ക്ലിപ്തപ്പെടുത്തിയതാണ് 5, 7, 9 എന്നിങ്ങനെയൊക്കെയുള്ള കണക്കുകളിലേക്ക് വന്നത്. അതായത് ശരീരശുദ്ധി മാത്രം മതിയാകുന്നു എന്നർത്ഥം. വിസർജ്യ സമയം എല്ലായ്പ്പോഴും അശുദ്ധി ഉള്ളതാണ്. ആ വിസർജ്യം നിന്ന് കുളിച്ച് ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധിയായി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഭയം, സങ്കോചം, ദുർബലത ഇവയൊന്നുമില്ലാതെ തന്നെ ക്ഷേത്രത്തിലെ ചൈതന്യത്തിലേക്ക് സ്വയം ലയിക്കുക. അവിടെയാണ് നമുക്ക് ദൈവിക സാന്നിധ്യത്തോടുള്ള ചേർച്ച ഒത്തുവരുന്നത്. അവിടെ നമുക്ക് യഥാർത്ഥ സമാധാനം, ആശ്വാസം, സന്തോഷം ഇവയൊക്കെ ലഭിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ക്ഷേത്ര ചൈതന്യം നിറഞ്ഞ് നമ്മളിലേക്ക് എത്തുന്നു. അവിടെ ശരീരവും ആത്മാവും ഒന്നായി ഭക്തിയുടെ പാതയിൽ നമുക്ക് കുതിച്ചുയരാം. ഇപ്പോഴും നിങ്ങളുടെ സംശയം മാറിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം, ആർത്തവ ചക്രം പൂർത്തിയായതിനു ശേഷം കുളിച്ച് ശുദ്ധമായാൽ ക്ഷേത്രത്തിൽ കയറാം എന്നുള്ളതാണ് അതിന്റെ ചുരുക്ക എഴുത്ത്. അതുകൊണ്ട് തന്നെ അതിന് 5, 7 എന്നിങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ആർത്തവ ചക്രം തീർന്ന് പിറ്റേ ദിവസം കുളി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും കയറാം. അതിനെ ചുരുക്കത്തിൽ 7 എന്ന് പറഞ്ഞു എന്ന് മാത്രം. ശിവക്ഷേത്രം പോലെയുള്ള ശക്തി പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അത് 9 ദിവസമായിട്ട് പരിഗണിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഓരോ ദിവസത്തെയും പ്രാർത്ഥന ആർത്തവം മൂലം മുടക്കാതിരിക്കുക. വീട്ടിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയും ജപവും ആർത്തവ അശുദ്ധിയെ ബാധിക്കുന്നില്ല എന്ന് മാത്രം. അവിടെ ക്ഷേത്ര ചൈതന്യത്തെ നമ്മൾ അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശുദ്ധാശുക്തികൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വ്യവസ്ഥകൾ വെച്ചത്. ക്ഷേത്രത്തിലെ ചൈതന്യത്തിന് കോട്ടം തട്ടാതിരിക്കാൻ ഇത്തരത്തിലുള്ള ശുദ്ധാശുദ്ധികൾ നാം പാലിച്ചേ മതിയാവൂ. എന്നാൽ നമ്മുടെ സ്വയം ഉള്ള പ്രാർത്ഥനയ്ക്കും ജപത്തിനും ഒന്നും ആർത്തവം പോലെയുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ ആത്മാവിനെ മലിനപ്പെടുത്തില്ല, അല്ലെങ്കിൽ അതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്നർത്ഥം. ഇനിയും നിങ്ങളുടെ സംശയം മാറിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, വ്യക്തിഗതമായിട്ടുള്ള ആചരണങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആർത്തവം പോലെയുള്ള അശുദ്ധികൾ കുളി കഴിഞ്ഞാൽ മാറും. അതിന് ഇത്ര ദിവസമെന്നും പൂർത്തിയാകണമെന്നൊന്നുമില്ല. ആർത്തവ ഘട്ടത്തിൽ തന്നെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി അവരവരുടെ ദേവതയുടെ പ്രാർത്ഥന വരുത്താം. ധൈര്യപൂർവം ചെയ്തോളൂ. പക്ഷെ ക്ഷേത്രത്തിൽ കയറുന്നത് ആ ആർത്തവ ചക്രം പൂർത്തിയായതിനു ശേഷം പിറ്റേ ദിവസം കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം എന്ന് മാത്രം. അവിടെ ആ ക്ഷേത്രത്തിലെ ചൈതന്യവുമായിട്ട് നമുക്ക് സമരസപ്പെടണമെങ്കിൽ തുല്യത ഉണ്ടാകണം. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ പുരോഗമനം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആർത്തവ സമയത്ത് കുളിച്ച് ശുദ്ധമായി വിളക്ക് കൊളുത്തു, പ്രാർത്ഥിക്കൂ. എന്നാൽ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആർത്തവ ചക്രം പൂർത്തിയായതിനു ശേഷമായിരിക്കണം എന്ന് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമ്മുടെ ആത്മാവും ദൈവവും ഒന്നാകട്ടെ, ഒന്നായി തീരട്ടെ. അതിലൂടെ നമുക്ക് ഊർജം നേടാം. സ്വാമി ശരണം. ഓം നമോ നാരായണായ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.